നമസ്കാരം, കുക്കറിയിലേക്ക് സ്വാഗതം. സാധാരണയായിട്ട് നമ്മുടെ വീടുകളിൽ ഇലുമ്പമ്പുളിയുടെ സീസൺ ആവുമ്പം ഇലുമ്പമ്പുളി മരത്തിൽ നിന്ന് താഴെ വീണ് വെറുതെ പാഴായി പോകാറുണ്ട് ധാരാളം. സാധാരണ നമ്മൾ ഇലുമ്പമ്പുളി വെച്ചിട്ട് അച്ചാറുണ്ടാക്കാറുണ്ട്. എങ്കിലും ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇലുമ്പമ്പുളി വാട്ടിയ അച്ചാറാണ്. ഇത് ഇലുമ്പമ്പുളി ഇത് തയ്യാറാക്കാനായിട്ടുള്ള ഇലുമ്പമ്പുളി ഉപ്പും മുളകും പുരട്ടി നമ്മൾ ഒരാഴ്ചയോളം വെയിലത്ത് വെച്ച് വാട്ടിയെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണിത്. ഇലുമ്പമ്പുളി വാട്ടി അച്ചാർ തയ്യാറാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലുമ്പമ്പുളി 1 കിലോ ഇലുമ്പമ്പുളി ഒരാഴ്ച ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയതാണിത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കായപ്പൊടി 1 ടീസ്പൂൺ, നല്ലെണ്ണ ആവശ്യത്തിന്, വെളുത്തുള്ളി തൊലി കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞത് 20 എണ്ണം, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 കഷ്ണം, കടുക് 1 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, കറിവേപ്പില കുറച്ച്. ഇത്രയാണ് ഈ ഇലുമ്പമ്പുളി വാട്ടി അച്ചാർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. ഇത് ചൂടായ ശേഷം നല്ലെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പം വെളുത്തുള്ളി 2ആയിട്ട് അരിഞ്ഞു വെച്ചത് അതുപോലെ ഇഞ്ചി രണ്ടും വേറെ ഇട്ടിട്ട് നമ്മൾ വറുത്ത് കോരണം നന്നായിട്ട്. നോൺ സ്റ്റിക് പാൻ നന്നായിട്ട് ചൂടായി, അതുപോലെ തന്നെ എണ്ണയും ചൂടായി. നമുക്ക് ഈ വെളുത്തുള്ളി ചേർക്കാം. ഇത് നന്നായിട്ട് വറുത്തില്ലെങ്കിലാണ് അച്ചാർ പൂത്തു പോകാനൊക്കെ സാധ്യതയുണ്ട്. വെള്ളമയം തീർത്തും മാറ്റി നന്നായിട്ട് വറുത്തെടുക്കണം, വറുത്ത് കോരണം അതിന്. വെളുത്തുള്ളി മുഴുവൻ വറുത്ത് കോരി. ഇനി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയാണ്. ഇതും ചേർത്ത് വറുത്ത് കോരാം. ഈ ഇലുമ്പമ്പുളി വാട്ടി അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഉപ്പും മുളകും പുരട്ടി വെച്ചേക്കുന്നത്. ചിലർക്ക് മുളക് പൊടി പുരട്ടാതെ ഉപ്പിന്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് ചെറിയ മധുരമുള്ള അച്ചാറും ഇങ്ങനെ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇത് നല്ല കരിയില പോലെ നല്ല ക്രിസ്പി ആവും. ഇപ്പം ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും വറുത്ത് കോരി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കണം. ഉലുവ ഒന്ന് പൊട്ടിയതിനു ശേഷം 1 ടീസ്പൂൺ കടുകും ചേർക്കണം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി കായപ്പൊടിയാണ്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇടാൻ വരുമ്പോഴത്തേക്കും മുളക് പൊടി കരിയും. അതുകൊണ്ട് തന്നെ തീ നിർത്തിയതിനു ശേഷം വേണം ഇതിടാനായിട്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി തീ നിർത്താം. ഒന്നില്ലെങ്കിൽ തീ നിർത്തുക, അല്ലെങ്കിൽ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇടാം. അച്ചാർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വേഗം തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കായപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കണം. ചാറിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കുന്നത്. ഇത് പച്ച ഇലുമ്പമ്പുളി വെച്ചിട്ടല്ല നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയ ഇലുമ്പമ്പുളിയാണ്. അപ്പം ഇത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുക. ഇലുമ്പമ്പുളിയിൽ ഉപ്പും മുളകും പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. എങ്കിലും ഈ ഇതിന്റെ ഗ്രേവിയിൽ കുറച്ച് ഉപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചു. തീ കുറച്ച് വെച്ച ശേഷം ഇനി ഉണക്കി വെച്ചിരിക്കുന്ന ഇലുമ്പമ്പുളി ചേർക്കുക. ഇലുമ്പമ്പുളി ചേർത്തിട്ടൊന്ന് മയം വരാൻ വേണ്ടിയിട്ട് നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇലുമ്പമ്പുളിയാണല്ലോ, അപ്പൊ അതൊന്ന് തിളപ്പിക്കണം. ഇത് ചാറെല്ലാം കുറുകി പാകത്തിനുള്ള തിക്നെസ് ഉള്ളൂ. നമുക്കിനി ഇത് നിർത്താം, തീ നിർത്താം. ഇത് കണ്ട് ഇപ്പം ഉണങ്ങിയിരുന്ന ഇലുമ്പമ്പുളിയൊക്കെ കുറച്ചൊന്ന് കുതിർന്ന് ചൂടിൽ കിടന്ന് തിളച്ച് കഴിഞ്ഞപ്പം മായം വന്നിട്ടുണ്ട്.
നമുക്കിനി തയ്യാറാക്കിയ അച്ചാർ വേറൊരു പാത്രത്തിലേക്ക് പാർത്താം. നമ്മളിന്ന് തയ്യാറാക്കിയ ഇലുമ്പമ്പുളി വാട്ടിയ അച്ചാർ റെഡിയായി. ഇത് ഇനി നമ്മുടെ വീടുകളിലൊന്നും ഇലുമ്പമ്പുളി വെറുതെ മരത്തിന്റെ താഴെ വീണ് കിടന്ന് പാഴായി പോകേണ്ട ആവശ്യമില്ല. ധാരാളം ഇലുമ്പമ്പുളി എടുത്തിട്ട് അധികം പണിയൊന്നുമില്ല. നീളത്തിൽ 4ആയിട്ട് കീറി ഉപ്പും മുളക് പൊടിയും എടുത്തു വെച്ച് പരട്ടിയിട്ട് വെയിലത്ത് വെച്ച് ഒരാഴ്ച ഉണക്കിയാൽ മതി. അപ്പം നല്ല സ്വാദിഷ്ടമായ അച്ചാർ തയ്യാറാക്കാനുള്ള ഉണക്കിയ ഇലുമ്പമ്പുളി റെഡിയാവും. ഇത് വെച്ചിട്ട് നല്ല ഉപ്പും അതുപോലെ തന്നെ എരിവും പുളിയും എല്ലാനും ഉള്ള നല്ല സ്വാദിഷ്ടമായ ഒരു അച്ചാറാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.